സെൻറ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രൽ തിരുവനന്തപുരം വിഖ്യാതമായ ഓർത്തഡോക്സ് സഭയുടെ ഒരു പള്ളിയാണ്. തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിന് എതിർവശം സ്ഥിതി ചെയ്യുന്ന പള്ളി. ഈ പള്ളിയിലുള്ള ചില കേസുകളെക്കുറിച്ചൊക്കെ ആണ് കഴിഞ്ഞ ഒരു എപ്പിസോഡ് ചെയ്തിരുന്നു. അതിൻ്റെ തുടർച്ചയെന്നോണമാണ് ഇടവക അംഗവും മുൻ യൂത്ത് അസോസിയേഷൻ അംഗവും ഒക്കെയായ ശ്രീ ഫിലിപ്പ് പയ്യമ്പള്ളി എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തെ കോമറേഡ് മീഡിയയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ ഫിലിപ്പ് പയ്യമ്പള്ളി, കഴിഞ്ഞ കേസിനെ കുറിച്ച് നമ്മൾ വിശദമായിട്ട് സംസാരിച്ചു. ആ കേസുകളുടെ പ്രധാനമായിട്ട് ആ കേസ് ബാവാപ്പറമ്പ് ബന്ധപ്പെട്ട കേസായിരുന്നു. അത് സഭയുടെ ഒരു പ്രോപ്പർട്ടി ആണ്. അത് സഭയുടെ പേരിലേക്ക് മാറ്റി, പള്ളിയുടെ ഒരു പ്രോപ്പർട്ടിയാണ്, അത് സഭയുടെ പേരിലേക്ക് മാറ്റി എന്ന് പറഞ്ഞാണ് നിലവിൽ സ്ഥിതി എന്നുള്ള കൈക്കാരൻ കേസ് കൊടുത്തത്. അപ്പോൾ അങ്ങനെ ആ കേസ് ഇങ്ങനെ നടന്ന് വരികയായിരുന്നു. ഇപ്പോഴൊരു പ്രധാനപ്പെട്ട ഒരു വിധി കോടതിയിൽ നിന്ന് വന്നിട്ടുണ്ട്. ആ വിധിയെക്കുറിച്ച് എന്താണ് ആ വിധി വന്നിരിക്കുന്നത്, ഇനി തുടർന്നുള്ള നടപടി എന്താണ്, അതിനെക്കുറിച്ചൊന്ന് പറയാം. ഇപ്പോൾ ഈ കോംപ്രമൈസ് മീഡിയയിൽ ഈ പ്രാവശ്യം കൂടെ ഒരു അവസരം തന്നതിൽ ആദ്യമായിട്ട് നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഇതിൻ്റെ കാര്യങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നത്, അതായത് ഈ ബാവാപ്പറമ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കേസ് RDOയിലുണ്ടായിരുന്നു. RDOയിലെ കേസാണ്, അല്ലാതെ കോടതിയിലെ കേസല്ല. RDOയിലെ ഒരു വിധിയാണ്. RDO കോടതി തന്നിരിക്കുന്ന ഒരു ഉത്തരവാണ്. അതിനകത്ത് പറയുന്നത് ബാവാപ്പറമ്പ് എന്ന് പറയുന്ന വസ്തു യാക്കോബ സുറിയാനി സഭ എന്നുള്ള പേരിൽ ടൈറ്റിലായിരുന്നു ഉണ്ടായിരുന്നത്. അത് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പേരിലേക്ക് മാറ്റിയപ്പോൾ അത് ശരിയല്ല, അതിൻ്റെ നടപടിക്രമങ്ങൾ ശരിയല്ല എന്നാണ് RDO പറഞ്ഞിരിക്കുന്നത്. പഴയ പേരിലേക്ക് തിരിച്ച് ആക്കണം എന്നുള്ളതാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതിനകത്തൊരു വേർഡാണ് നമുക്ക് പറ്റത്തില്ലാതെ ഒരു വന്നിട്ടുള്ളത്. അതായത് നിയമവിരുദ്ധമായിട്ട് പേര് മാറ്റി, ക്രമം തെറ്റായി മാറ്റി എന്നുള്ള അതിൻ്റെ ഒരു വേർഡുണ്ട്, അത് മാറ്റി എന്നുള്ളതാണ്. പക്ഷെ അത് അങ്ങനല്ല. അതെന്താണെന്നുള്ള അതിന് അപ്പീൽ, എന്തായാലും സഭ അപ്പീൽ പോവും. എന്തായാലും ഈ പറയുന്ന പേര് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പഴയ പേരാണ് യാക്കോബ സുറിയാനി സഭ എന്നുള്ളത്. ആ പേര് എപ്പം വേണേലും പേര് മാറ്റാൻ ആർക്കും അവകാശമുണ്ട്. അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ പേര് മാറ്റിയത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ളത് അവിടെ നമ്മൾ വാദിക്കാനും ഒക്കെയുള്ള അവകാശമുണ്ട്. അത് വാദിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് അതിനകത്ത് ആദ്യമായിട്ട് പറയാനുള്ളത്. യഥാർത്ഥത്തിൽ ഇത് പള്ളിയുടെ ഒരു പ്രോപ്പർട്ടി, അത് ബാവ തിരുമേനി അത് കൈവശപ്പെടുത്തി എന്നായിരുന്നു കേസ് കൊടുത്തിരുന്നത്. അതോടൊപ്പം തന്നെ അത് ശരിയായ നടപടി ഇല്ലാതെ തന്നെ അത് തിരിമറിയിൽ കൂടി അത് പേരിലേക്ക് മാറ്റി എന്നൊക്കെ പറഞ്ഞായിരിക്കണമല്ലോ കേസ് കൊടുത്തത്. അതുകൊണ്ടാണല്ലോ ഇങ്ങനൊരു വിധി ഇപ്പം വന്നിരിക്കുന്നത്. അതായത് തൽസ്ഥിതിയിലേക്ക് ഇത് മാറ്റണം, അതായത് നേരത്തെ ഇരുന്ന ഏത് പേരിലാണോ അതിലേക്ക് മാറ്റണം എന്നാണ് ഈ വിധിയിൽ പറഞ്ഞിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് വീണ്ടും ഈ പള്ളിക്ക് അത് സർവ്വസ്വാതന്ത്ര്യമായിട്ട് ഉപയോഗിക്കാൻ കഴിയുമോ? അതാണ് ഞാൻ ചോദിക്കുന്ന ചോദ്യം. ഇത് ഈ വസ്തു വാങ്ങിച്ച 1875 അന്ന് മലങ്കര സഭ വാങ്ങിച്ച വസ്തുവാണ്. പള്ളിയുമായിട്ട് യാതൊരു ബന്ധവും ഇതിനകത്തില്ല. പള്ളി 1900 വരികയും പള്ളി പിന്നെ ഇത് ഉപയോഗിക്കുകയും ചെയ്തു പോകുന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അതിന് ഇത് പഴയ പേരിലാക്കിയാലും ഇത് പള്ളിക്ക്, പക്ഷെ പള്ളി സത്യം പറഞ്ഞ കേസ് കൊടുത്തത് പള്ളി ആവശ്യപ്പെട്ട പള്ളിയിലെ കൈക്കാരൻ, പള്ളി ആവശ്യപ്പെട്ടെന്ന് പറയുന്നില്ല, പള്ളിയിലെ കൈക്കാരനായിരിക്കുന്ന ഇപ്പോഴത്തെ ഒരു വ്യക്തി കൊടുത്ത കേസാണ്. ആ വ്യക്തി കൊടുത്ത കേസ് പള്ളി പഴയതുപോലെ എങ്ങനെ ഉപയോഗിക്കുന്നു അതുപോലെ പ്രൊസഷൻ വേണമെന്നാണ് കോടതിയിൽ എപ്പോഴും അവർ ആവശ്യപ്പെട്ടത്. പുറത്ത് ഇടവാംഗങ്ങളുടെ അടുത്ത് നമ്മൾ പള്ളിയുടെ ആണെന്നുള്ള രീതി പറയുമെങ്കിലും ഇവർ കോടതിയിൽ ആവശ്യപ്പെട്ടത്, അതായത് സിവിൽ കോടതിയിൽ, അതായത് നമ്മുടെ മുനിസിപ്പൽ കോടതിയിൽ ആവശ്യപ്പെട്ടത് പ്രൊസഷനാണ്. പക്ഷെ ആ പ്രൊസഷൻ ഒരിക്കലും കൊടുക്കാൻ കോടതിക്ക് നിർവാഹമില്ല. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓണർ അറിയാതെ പ്രൊസഷൻ കൊടുക്കാൻ കഴിയില്ല. ഓണർ മലങ്കര മലങ്കര സഭയാണ്, മലങ്കര മെത്രാപ്പൊലീത്തയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇനി പഴയ പേരിലാക്കിയാലും
ഇവർക്ക് പ്രൊസഷൻ ഇല്ല, പ്രൊസഷൻ പണ്ടേ ഇല്ല. പിന്നെ ഇവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നമ്മളിപ്പം വെറുതെ കിടക്കുന്ന വസ്തുവിൽ നമ്മൾ കൊണ്ടുപോയി ചിലപ്പം സാധാരണ ആൾക്കാർ കൊണ്ട് കൂര കെട്ടി താമസിക്കാറുണ്ട്, അതുപോലെ താമസിച്ചെന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇതിന് നേരത്തെ ഉള്ള പേര് എന്തായിരുന്നു? നേരത്തെ ഉള്ള യാക്കോബ സുറിയാനി സഭ, യാക്കോബ സുറിയാനി പള്ളിക്ക് വേണ്ടിയിട്ടുള്ള. അപ്പൊ പള്ളിക്ക് വേണ്ടി എന്നുള്ളത് അന്ന് പള്ളി ഇല്ലല്ലോ, അന്ന് ഒരു പള്ളിയും ഇല്ലല്ലോ ആ സമയത്ത്. തിരുവനന്തപുരത്ത് വേറെ പള്ളികളില്ല, അപ്പൊ ആ സമയത്ത് ഒരു പള്ളി ഇല്ല. ആ സമയത്ത് പള്ളിക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നത് സഭയെ ഉദ്ദേശിച്ച് തന്നെയാണ് അത് പള്ളിക്ക് വെച്ചിരിക്കുന്നത്. പിന്നെ അവിടുത്തെ ഒരു ചോദ്യം, ഓർത്തഡോക്സ് സഭ എന്ന് അവിടെ കാണിക്കുന്നില്ല. പഴയ പ്രമാണത്തിൽ പഴയ പറ്റി അതിൻ്റെ ടാക്സ് റെസിപ്റ്റിലൊന്നും അത് ഇല്ല. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ വീണ്ടും ഇത് പഴയ പേരിലേക്ക് വരുമെന്ന് പറഞ്ഞാൽ നേരത്തെ എന്ത് നിലവിലിരുന്ന പേരോ ആ പേരിലേക്കല്ല വരാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പം അങ്ങനെ വന്നാൽ ഈ നമ്മുടെ പള്ളി ഇത് ക്ലെയിം ചെയ്ത് പള്ളിക്ക് മാറ്റാൻ കഴിയുമോ? പള്ളിയുടെ പേരിലേക്ക് മാറ്റാൻ കഴിയുമോ? ഞാൻ സിമ്പിളായിട്ടൊരു ചോദ്യം ചോദിക്കുന്നത്. അങ്ങനെ മാറ്റാൻ കഴിയുമോ? സാധ്യത ഉണ്ടോ? താങ്കളുടെ അഭിപ്രായത്തിൽ അത് കാണാൻ സാധ്യത ഉണ്ടോ? ഒരിക്കലും ഇല്ല. ഇപ്പൊ എന്താണ് RDO റിപ്പോർട്ട് വന്നേക്കുന്ന പഴയ പേരിലാക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ പള്ളിയുടെ പേരിലാക്കാൻ എങ്ങനെ പള്ളിയുടെ പേരിലാക്കുക എന്ന് പറഞ്ഞാൽ 125 ഇത് രേഖയാണല്ലോ. 150 വർഷം മുമ്പ് വാങ്ങിച്ചു എന്നുള്ളത് ഇത് രേഖയാണ്. പള്ളി വന്നേക്കുന്നത് 125 വർഷം മുമ്പാണ്. അപ്പൊ ഈ 25 വർഷം ആരുടെ കയ്യിലായിരുന്നു എന്ന് ചോദിച്ചാൽ എന്ത് പറയും? അപ്പൊ അങ്ങനെ ഇതിപ്പോ സുറിയാനി പള്ളി എന്ന് പറയുമ്പോൾ അവിടെ യാക്കോബ എന്നുള്ളൊരു വേർഡുണ്ടോ? അപ്പൊ അങ്ങനെ വരുമ്പോൾ അതൊരു പാത്രികീസുകാർക്കൊരു ക്ലെയിം അവിടെ സാധ്യതയുണ്ടോ? ഇല്ല, അതൊരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ക്ലെയിം ചെയ്യാൻ എങ്ങനെ ക്ലെയിം ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ അത് 2002 ഒരു സഭയാണത്. 2002 സഭയ്ക്ക് എങ്ങനെയാണ് 1875 ഒരു പള്ളിയുടെ ഒരു സ്ഥലത്തിന്റെ അവകാശവാദം ഉന്നയിക്കാൻ? അത് മാത്രമല്ല, നമ്മുടെ പള്ളിയാണത് കൈവശം തിരിയുന്നത്, പള്ളിയാണത് കരമടച്ച്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഈ നിലവിൽ ഈ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും മറ്റ് ആളുകളും പറയുന്നത് ഈ പള്ളി ഇത്രയും വർഷം കൈവശം വെച്ച ഒരു അവകാശം കിടക്കുകയാണ്. ആ കൈവശമുള്ള അവകാശം കൊണ്ട് തന്നെ അത് പള്ളിയുടെ അല്ലേ എന്നാണ് അവർ ചോദിക്കുന്ന ഒരു ചോദ്യം. മനസ്സിലായി? അപ്പൊ അങ്ങനെ ഒരു അവകാശം യഥാർത്ഥത്തിൽ ഉണ്ടോ? കൈവശാവകാശം എന്ന് പറയുന്നത് വെറുതെ കിടക്കുന്ന ഒരു ഭൂമി, നമ്മൾ അവിടെ പോയി താമസിക്കുന്നു. അങ്ങനെ വരുമ്പോൾ കൈവശാവകാശം ഓൾറെഡി കിട്ടും. അത് കഴിഞ്ഞ് പട്ടയം പിന്നെ കിട്ടുള്ളൂ. പട്ടയം കിട്ടത്തില്ല, നമ്മുടെ പേരിലാകത്തില്ല. നമുക്കത് സൗകര്യമായിട്ട് ഉപയോഗിക്കാനൊന്നും പറ്റത്തില്ല. നമുക്ക് ജസ്റ്റ് പണികളോ ഒന്നും ചെയ്യാൻ കഴിയില്ല, ഇരിക്കാനൊന്നും പറ്റത്തില്ല. നിലവിൽ അത് നമ്മുടെ കൈവശപ്പെടുത്തി കൊണ്ടുപോകാന്നുള്ളത്, അല്ലാതെ അതിന്റെ ഒരു അവകാശങ്ങളൊന്നും അതിന്റെ വെളിയിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇപ്പോഴത്തെ അവസ്ഥ പ്രൊസഷൻ ഇല്ലാത്തതുകൊണ്ട് ഒരു കാരണവശാൽ അത് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ അത് നിലവിൽ ആരുടെ കൈവശമുള്ളത്? ഇപ്പം ബാവയുടെ കയ്യില, കൈവശമാണ് ഇപ്പോൾ ഉള്ളത്. അത് തിരിച്ച് ഇവർക്ക് നേരത്തെ ഇരുന്നത് പോലെ അവകാശം ആവശ്യപ്പെടാൻ കഴിയുമോ? ഒരിക്കലും പറ്റത്തില്ല. അല്ല ഇവരെ എങ്ങനെ ഇവര് സെന്റ് ജോർജ് ഓർത്തഡോക്സ് സിറിയൻ കത്തീഡ്രലും യാക്കോബ സുറിയൻ സഭയും തമ്മിൽ എന്താണ് ബന്ധം? ഒരു ബന്ധവും ഇല്ല. അതേസമയത്ത് സഭയെന്ന് പറയുമ്പോൾ സഭയുടെ പഴയ പേരാണ്. അത് ഭരണഘടന ഓൾറെഡി വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. 34 ഭരണഘടനയില് ഇത് തെറ്റായി നമ്മൾ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നു. 34 ഭരണഘടന വരുമ്പോഴാണ് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ എന്നുള്ള പേര് വരുന്നത്. അതിന് മുമ്പ് യാക്കോബ സുറിയാനി സഭ എന്നാണ് പേര്. അപ്പൊ അതങ്ങനെ ക്ലെയിം ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനെ വരുമ്പോഴേ ഇവിടെ ചോദ്യം, ഇതില് ഈ പേര് മാറ്റിയ പ്രക്രിയ അതിൻ്റെ അതിൽ ഉണ്ടായ ചില പാകപ്പിഴകാണോ ഇപ്പം ഈ പ്രശ്നത്തിലേക്ക് RDO ഉത്തരവ് വരാൻ കാരണം? ഇതെന്ന് പറഞ്ഞാൽ എന്തോ ഒരു തിടുക്കത്തിൽ ശരിയായ ഒരു നടപടിക്രമങ്ങളില്ലാതെ ഇത് പേര് മാറ്റിയത് കൊണ്ട് സംഭവിച്ച ഒരു പ്രശ്നമാണോ? ഇന്ന് എന്നൊരു വക്കീൽ ഇത് ഒരിക്കലും ഇങ്ങനെ ഒരു ചോദ്യം വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഇന്നൊരു വക്കീലുമായിട്ട് സംസാരിച്ചപ്പോൾ ആ വക്കീല് എന്നോട് പറഞ്ഞാണ് ഇതിനകത്ത് അവരെ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ. അതായത് ആ വ്യക്തിയോട് ഇതിനു മുമ്പിരുന്ന യാക്കോബ സുറിയാനി സഭ എന്ന് പറയുന്ന ആ വ്യക്തി, ആ ഉടമസ്ഥനോട് ചോദിക്കാതാണ് ഓർത്തഡോക്സ് സുറിയാനി സഭ എന്ന് പറയുന്ന പേരിലേക്ക് മാറ്റിയെന്നാണ് ഈ RDO ഉദ്ദേശിക്കുന്നതിനകത്ത്. അപ്പൊ വരുമ്പോ ഈ യാക്കോബ സുറിയാനി സഭ തന്നെയാണ് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ എന്നുള്ളത്. ഇത് രണ്ടും ഒരു വ്യക്തി തന്നെയാണ്, പേര് മാറ്റുന്നേ ഉള്ളൂ. എന്റെ പേര് ഫിലിപ്പ് എന്നാണ്. അതായത് ചിലപ്പോ അവരുദ്ദേശിച്ചത് ഇത് പാത്രികീസുകാരാണ് ഈ കേസ് കൊടുത്തിരിക്കുന്നത്. ഒരു പക്ഷെ അവർ വിചാരിച്ചു അങ്ങനെ ചിലപ്പോ തെറ്റിദ്ധരിപ്പിച്ചതായിരിക്കാം. ഈ ഓർത്തഡോക്സുകാരല്ല ചെയ്തിരിക്കുന്നത്, ഔട്ട്സൈഡ് വേറെ ആരോ ചെയ്തിരിക്കുന്ന എന്നുള്ളൊരു കൺസേൺ. അവരെ സംബന്ധിച്ച് ആരായാലും ഈ പേര് മാറ്റിയ ആള്, അതായത് ഒറിജിനൽ ആളിനെ അറിയാതെ ഇത് മാറ്റിയാണെന്നുള്ള ഒരു വിഷയം, ആരോ ആയിക്കോട്ടെ. അപ്പൊ ആ ഒരു കൺസെപ്റ്റിലാണ് അവര് എങ്കിൽ ഇത് ഇങ്ങനൊരു
തർക്കം വന്നപ്പോൾ ആ തർക്കം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് പഴയ രീതിയിലാക്കും. ഇനി അത് ശരിയായ രീതിയിൽ അതിന്റെ നടപടിക്രമം അനുസരിച്ച് ചെയ്യാമെങ്കിൽ ചെയ്യട്ടെ കൺസെപ്റ്റിലായിരിക്കണം. ഓക്കെ, അങ്ങനെ ഉള്ളൊരു സാഹചര്യത്തിൽ ഇപ്പം തീർച്ചയായിട്ടും ഇതൊരു നമ്മുടെ സഭയുടെ പള്ളിയുടെ കൈവശം വെച്ചുകൊണ്ടിരുന്നത് പ്രസന്റ്ലി അത് പള്ളിയുടെ കൈവശം അല്ല, ഇപ്പൊ അത് ബാബയുടെ കൈവശം. അപ്പൊ ഇങ്ങനൊരു സാഹചര്യത്തിൽ പാത്രികീസ് സഭ ഇത് ഏതെങ്കിലും കാരണവശാൽ ഇതിനെ ക്ലെയിം ചെയ്യാൻ പറ്റുമോ എന്നാണ് ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം. അതിന് ബിൽപ്പ് കൃത്യമായി മറുപടി പറഞ്ഞത് കഴിയത്തില്ല. അഥവാ അവർക്ക് വേണമെങ്കിൽ കേസിലേക്ക് പൊക്കൂടെ? അങ്ങനെ കേസ് ഒരു സാധ്യതയില്ലേ? കേസിന് അവർക്ക് കൊടുക്കാനുള്ള സാഹചര്യം അവിടെ ഇല്ലേ? അവിടെ അവർക്ക് വേണമെങ്കിൽ കക്ഷി ചേരണമെങ്കിൽ തന്നെ കോടതി അനുവദിക്കണം. ഒന്നാമത്തെ കാര്യം ഫസ്റ്റ് കോടതി അനുവദിക്കണം കക്ഷി ചേരണമെങ്കിൽ. കക്ഷി ചേരാൻ ഒന്നാമത്തെ കാര്യം അങ്ങനെ സഭയില്ലെന്നാ കോടതി പറയുന്നത്. കോടതി, സുപ്രീം കോടതി, ഹൈക്കോടതിയൊക്കെ പറഞ്ഞാൽ അങ്ങനെ സഭയില്ല. പിന്നെ എങ്ങനെ കക്ഷി ചേരും എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. ഇനി കക്ഷി ചേർന്നാൽ തന്നെ 34 ഭരണഘടന അനുസരിച്ച് ഭരിക്കപ്പെടണമെന്ന് പറയുമ്പോൾ ഇപ്പം ഈ പറയുന്ന യാക്കോബ സുറിയാനി സഭ ഭരിക്കുന്ന 34 ഭരണഘടനയുടെ കീഴിലുള്ളതല്ല. പിന്നെ ഈ വസ്തു എങ്ങനെ പോവും? അല്ലാതെ പോവും. അതായത് 34 ഭരണഘടന അല്ലാതെ പോവും. അപ്പൊ ഈ പള്ളിക്ക് വേണ്ടിയിട്ട് വാദിച്ച് പള്ളിയുടെ കൈക്കാരനോ അല്ലെങ്കിൽ കമ്മിറ്റി അംഗങ്ങളും ഇത്രയും സാമ്പത്തികം മുടക്കി ചെയ്യുന്നത് കൊണ്ട് എന്താണ് ഇതിന്റെ നേട്ടം അപ്പോഴുണ്ടായിട്ടുള്ളത്? പള്ളിക്ക് എന്താണ് നേട്ടം ഉണ്ടായിട്ടുള്ളത്? പള്ളിക്ക് പ്രത്യേകിച്ച് ഒരു നേട്ടവും ഇതിനകത്ത് ഒരു നേട്ടം എന്ന് പറഞ്ഞാൽ ഭാവയുമായിട്ട് നല്ല രീതിയിൽ പോയിരുന്ന ചിലപ്പം എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടായേനെ. ഇത് ഭാവയുമായിട്ട് ഫൈറ്റ് ചെയ്ത് നിന്നിട്ട് പ്രത്യേകിച്ച് പള്ളിക്ക് ഒരു നേട്ടമില്ല. ഇതിപ്പോ നഷ്ടപ്പെട്ടു. ഇതിപ്പം പള്ളിക്ക് ഇനിയും ക്ലെയിം ഇല്ല അതിനകത്ത്. മാത്രമല്ല ഇത്ര പൈസ സാമ്പത്തിക നഷ്ടവും ഇല്ലേ? സാമ്പത്തിക നഷ്ടം, പിന്നെ സഭയുടെ ഒരു പേര്, നമ്മുടെ ഒരു ഇമേജ് പ്രശ്നം ഉണ്ടാക്കി. ഒരുപാട് ആളുകൾ ഇത് കാണുമ്പോൾ ഇതെന്തോ കുഴപ്പക്കാരാണ് ഇവരെല്ലാം, ഈ പള്ളിക്കാരും തിരുമേനി എല്ലാം കുഴപ്പക്കാരാണെന്നുള്ള ഒരു പൊതു സമക്ഷത്തൊരു ബാഡ് ഇമേജ് ഉണ്ടാക്കുന്നുണ്ട്. അത് നമുക്ക് പെട്ടെന്ന് മാറ്റാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അതൊക്കെ ഉണ്ടായത് കൊണ്ട് എന്തെങ്കിലും ഒരു നേട്ടം ആർക്കെങ്കിലും പറഞ്ഞു, പള്ളിക്ക് ഇല്ല, അവിടെ ബാബ തിരുമേനിക്ക് സഭയ്ക്ക് ഒരു നേട്ടം ഉണ്ടായത്, അന്തിമ നേട്ടം സഭയ്ക്കായിരിക്കും. സഭയ്ക്ക് നേട്ടമുണ്ടായത് ഇത്രയും നല്ലൊരു വസ്തു സഭ ഉപേക്ഷിച്ച് കളഞ്ഞ വസ്തുവാണ്. അത് തിരിച്ചു കിട്ടി എന്നുള്ളതാണ്. അതായത് പള്ളി കൈവശം വെച്ചിട്ട് സഭ ഇതുവരെ ഇതൊരു ക്ലെയിം ആയിട്ട് വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നത് അത് ഏതെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ സഭ ഇതുപോലെ വസ്തുക്കൾ സംരക്ഷിക്കുന്ന ഒരു തുടക്കമിട്ടതിന്റെ ഭാഗമായിട്ടായിരിക്കണം ഇത്. അതല്ല ഇതിപ്പോ നമ്മുടെ കൈക്കാരൻ അവിടെ ചെന്ന് പറഞ്ഞ ആദ്യം നമ്മുടെ പൊതുയോഗത്തിൽ ഇദ്ദേഹം കൈക്കാരനായിട്ട് വരുന്ന സമയത്ത് ആദ്യത്തെ പൊതുയോഗത്തിൽ 55 ലക്ഷം രൂപയുടെ ഒരു പ്രോജക്റ്റുമായിട്ട് ചെന്നപ്പോൾ ഇടപത്രാപ്പുറത്ത് കയറി വെട്ടിയെന്ന് പറഞ്ഞാൽ അത് എന്റെ വസ്തുവല്ല, അത് സഭയുടെ വസ്തു ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ അനുമതി തരാൻ പറ്റത്തില്ല. അപ്പൊ ഇദ്ദേഹം നേരെ എന്ന് ബാവ എടുത്തെന്ന് പറഞ്ഞു. ബാവ അപ്പം സമിതിയെ വിട്ടു, അവരുമായിട്ട് ചർച്ച ചെയ്തു. പിന്നെ ഇവര് ഒരു രീതിയിൽ സഹകരിക്കാൻ വന്നപ്പം അദ്ദേഹം മാത്രമല്ല, ഇദ്ദേഹം ട്രസ്റ്റിന്റെ പള്ളി ട്രസ്റ്റിയുടെ പേരിലാക്കാൻ വികാരിയോ പൊതുയോ അറിയാതെ ഒരു പേപ്പർ അങ്ങനെ ഇവിടുത്തെ നമ്മുടെ കളക്ടറേറ്റിലേക്ക് വിടുകയും, അപ്പൊ അങ്ങനെ വന്നപ്പോ തന്നെ ബാബ തിരുമേനി അത് അറിഞ്ഞുകൊണ്ട് നേരത്തെ തന്നെ അത് അങ്ങനെയാണ് പേര് മാറ്റുന്നത്. അങ്ങനെ അല്ലെങ്കിൽ ഇത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി. അപ്പൊ ഇനിയിപ്പോ ഈ വിധിക്ക് എഗെയിൻസ്റ്റായിട്ട് അപ്പീൽ തീർച്ചയായിട്ടും കൊടുക്കാൻ സാധ്യതയുണ്ട്. ഓൾറെഡി അപ്പീൽ കൊടുത്തു. അപ്പീൽ എന്താണ് പ്രതിപാദിക്കുന്നത്? അല്ല, അത് നമ്മൾ ഇതെല്ലാം പറയും. നമ്മളിപ്പോ ഭരണഘടനയുടെ കാര്യം പറയും. ഈ വസ്തു റിയൽ രീതിയിലുള്ള ഡോക്യുമെന്റ്സ് കൊടുത്തിട്ട് സമർപ്പിച്ചുകൊണ്ട് വീണ്ടും കേസ് സീരിയസ് ആയിട്ട് എടുത്തു. സീരിയസ് ആയിട്ട് അതിനെപ്പറ്റി ഇടുകയാണ്. അതാണ് ഇനി ചെയ്യുന്നത്. എന്തായാലും ഭരണഘടന എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ആണെന്നുള്ളത്, പഴയ പേരാണെന്നുള്ളത് കൃത്യമായി പരാമർശിക്കും നമ്മൾ അതിനകത്ത്. ഇനിയിപ്പോ അതിനുള്ളൊരു അവസരം നമുക്ക് കിട്ടിയിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, യഥാർത്ഥത്തിൽ ഇതുകൊണ്ട് കുറച്ച് പൈസ പള്ളിക്ക് പോയെന്നുള്ളതല്ലാതെ അതിനകത്ത് വേറെ പള്ളിക്കെന്ന് പറഞ്ഞാൽ പള്ളിയുടെ പൈസ അടുത്തല്ലല്ലോ ചെയ്തിരിക്കുന്നത്. അറിയത്തില്ല, അവര് എന്തായാലും നല്ല പൈസ ആവശ്യമാണ്. ഇത്രയും കേസ് 16-17 കേസായി. 17 കേസാവുമ്പോ എങ്ങനെ പോയാലും നല്ലൊരു എമൗണ്ട് ചെലവായിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ അറിഞ്ഞിടത്തോളം പള്ളിയിൽ നിന്നുള്ള പൈസ ഒന്നും എടുത്തിട്ടില്ല. അല്ലാതെ അവര് മറ്റ് സോഴ്സ് അവര് ചിട്ടി നടത്തി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും മറ്റു നല്ല കാര്യം അല്ലാതെ തന്നെ ഇവര് പിരിവ് നടത്തുന്നുണ്ട്, പിരിവിട്ടൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷെ ഈ ചെയ്യുന്നത് കൊണ്ട് നമുക്കൊരു ഇതിന്റെ ഒരു ബെനിഫിറ്റ് ആർക്കെങ്കിലും ഒരു പള്ളിക്ക് വേണം, അല്ലെങ്കിൽ ഇതിനടുത്ത് ഇതിപ്പം ഇതിനകത്ത് വേറൊരാളുടെയും കൂടെ കക്ഷി ചേർക്കാനുള്ള ഒരു സാധ്യത ഉണ്ടായതായിട്ടാണ്. അതാണ് ഇതിൽ നിന്നുണ്ടായ ഒരു നേട്ടം. ചിലപ്പോൾ ഒരു പക്ഷേ അത് പാത്രികീസുകാർ അത് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താന്ന് പറഞ്ഞാൽ
നമ്മുടെ ഭരണഘടനാ പ്രകാരം 150 വർഷം മുമ്പുള്ള പ്രോപ്പർട്ടീസ് എല്ലാം തന്നെ ഓർത്തഡോക്സ് സഭയുടെ പ്രോപ്പർട്ടി തന്നെ. പരിമലപ്പള്ളി യാക്കോബ സഭയുടെ പേരില്ല, അങ്ങനെ എത്രയോ പള്ളികൾ പണ്ട് നമ്മുടെ എല്ലാം യാക്കോബൈറ്റ് പേരിലല്ല. അപ്പൊ അതെല്ലാം ഓർത്തഡോക്സ് സഭയുടെ തന്നെയാണ്, അതിലൊന്നും ആരും ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഈ തരത്തിലുള്ളൊരു വിഷയം വന്നതുകൊണ്ടാണ് നമ്മളത് സംസാരിക്കേണ്ട വന്നത്. നിലവിൽ നമ്മുടെ പള്ളിയുടെ ഭരണസമിതിയുടെ സിറ്റുവേഷൻ എങ്ങനെയാണ്? ഇപ്പം നമ്മുടെ ഭരണസമിതി നിലവിൽ ഇലക്ഷനോ വല്ലതും നടക്കാൻ സാധ്യത ഉണ്ടോ? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇത് ചോദിച്ചിരുന്നു, അതിൽ നിന്ന് എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഇലക്ഷൻ നടത്തണമെങ്കിൽ അത് എല്ലാവരും ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ തീർത്ത് ആ കണക്കുകളൊക്കെ റെഡിയാക്കി ആൽ മാത്രമേ ഇനി അത് എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അത് ഈ ലെവലിൽ പോയി കഴിഞ്ഞാൽ എത്ര കാലം പോകുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ ഇപ്പൊ ഉള്ള ഒരു ഭരണസമിതി ഉണ്ടല്ലോ, ഇപ്പൊ നിലവിൽ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു ഇന്ററിം ഒരു ഭരണം ഉണ്ടല്ലോ. അപ്പൊ ഈ കൈക്കാരൻ അല്ലെങ്കിൽ അവരുടെ ഒരു മാനേജിങ് കമ്മിറ്റി, ഈ കമ്മിറ്റിക്ക് പൂർണ്ണ അവകാശം ഉണ്ടോ ഇത്തരത്തിലുള്ള കേസ് കൊടുക്കാനും? അതിനൊക്കെയുള്ള അവകാശം അവർക്കുണ്ടോ? ഇല്ലില്ല, അധികാരങ്ങളൊന്നും ഇല്ല. പിന്നെ അവര് ആർക്ക് വേണമെങ്കിലും കേസ് കൊടുക്കാം അല്ലോ എന്നാണല്ലോ കോടതി എപ്പോഴും പറയാം. കോടതി ഒരു പ്രാവശ്യം പറഞ്ഞതാണ് ആർക്ക് വേണമെങ്കിലും കേസ് കൊടുക്കാമെന്നുള്ളതാണ്. അപ്പൊ നമ്മള് കേസിന്റെ മെറിറ്റ് പോലെ ഇരിക്കും. ഞാൻ കഴിഞ്ഞ ഇപ്പൊ ചില കേസുകൾ ആർക്കും കൊടുക്കാം, പിന്നെ എന്ന് വിചാരിച്ച് ഇന്റേണൽ ആയിട്ടുള്ള ചില കേസുകൾ, സുപ്രധാനമായ ചില കാര്യങ്ങൾ ചിലപ്പോൾ അത് കൊടുക്കണമെങ്കിൽ അതിന് ചില അധികാര പരിമിതികളൊക്കെ ഉണ്ടാകും. എന്തായാലും കേസുകളെല്ലാം കറക്റ്റായിട്ട് പോകുന്നുണ്ട്. 16 കേസ് 17 കേസ് ആ കേസ് കൊടുത്തതിന്റെ പേരിൽ കണ്ടിന്യൂറ്റിയിൽ ചിലപ്പോൾ കൊടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ പുതുതായിട്ടൊരു കേസുമായിട്ട് ഒരാൾ പോകുമ്പോൾ ആ ആള് ശരിക്കും എലിജിബിൾ ആണോ, ആ കേസ് കൊടുക്കാനുള്ള എലിജിബിലിറ്റി നോക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് നിലവിൽ അല്ല, അതൊക്കെ കോടതിയുടെ പരിഗണനയിലുള്ള, നമുക്കൊന്നും പറയാൻ അതിനകത്ത് നമുക്ക് പറ്റത്തില്ല. ഇപ്പൊ ഈ വിഷയം നമ്മള് കോലഞ്ചേരി ബന്ധപ്പെട്ട ഒരു വിഷയം ഇപ്പം പത്രകേസുകാര് ഉന്നയിച്ചിട്ടുണ്ടല്ലോ, അതിനെപ്പറ്റി എന്താണ്? കോലഞ്ചേരി പള്ളി വിഷയം എന്ന് പറഞ്ഞാൽ കോലഞ്ചേരി പള്ളി, കോലഞ്ചേരി കോളേജ്, മെഡിക്കൽ കോളേജ് അത് സഭയുടെയാണ്. വസ്തു സഭയുടെയാണ്. ആ കോളേജ് നമ്മുടെ സഭയുടെയാണ്. അത് പള്ളിയായിട്ട് ബന്ധമൊന്നുമില്ല, യാതൊരു ബന്ധവുമില്ല. അത് സഭ, അതിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ബാബ തിരുമേനിയാണ്. അതിന്റെ ഡയറക്ടർ എന്ന് പറയുന്ന, ചെയർമാൻ എന്ന് പറയുന്നത് അവിടുത്തെ ചാക്കോപ്പള്ളി ചേട്ടന്റെ മോനാണ്. ബാക്കിയെല്ലാം ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സ് ഒക്കെ അവരൊക്കെ ഇലക്ഷനിൽ കൂടെ വരുന്നത്. അതിനകത്ത് തന്നെ ഒരു വലിയൊരു പൊതുയോഗമുണ്ട്. ഈ അതിനകത്ത് പൈസ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരെല്ലാം കൂടെ അങ്ങനെയാണ് ഭരിക്കുന്നത്. അതിനകത്ത് അവര് ഭരണസമിതി ബാബയോട് ചോദിക്കാതെ ആ വസ്തു പള്ളി കോളേജിന്റെ പേരിലാക്കാനൊരു ശ്രമം നടത്തി. അപ്പൊ അത് അവിടെ ചെന്നപ്പോ അവര്, അതായത് മറ്റേ താലൂക്ക്, അവര് ഈ കരമടയ്ക്കുന്ന സ്ഥലമുണ്ടല്ലോ, വില്ലേജ് ഓഫീസുകാര് ബാവയുമായിട്ട് ബന്ധപ്പെട്ടു. ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ട്, ബാവയുടെ കൺസേൺ ഇല്ലാതെ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ബാവ അവരോട് ചോദിച്ചു എന്താണ് ഇങ്ങനെ ചെയ്യാൻ കാരണം. അപ്പൊ അവര് പറഞ്ഞ് ഞങ്ങൾക്ക് ലോൺ എടുക്കാനാന്ന് പറഞ്ഞു. അപ്പം ബാവ പറഞ്ഞു എന്നെ അറിയിക്കാതെ ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞിട്ടൊരു കൽപ്പന കൊടുത്തിട്ടുണ്ട്, തെറ്റായി പോയി എന്ന് പറഞ്ഞുകൊണ്ടൊരു കൽപ്പന. അത്രേ ഉള്ളൂ, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കോടതിയിലേക്ക് ഇതുവരെ പോയില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ പറ്റിയത്. കോടതിയിൽ നിന്നും ഒരു വിധിയും വന്നിട്ടില്ല. ഇതൊക്കെ ചുമ്മാ ഹൈക്കോടതിയിൽ വിധി വന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ ചാനലുകാരൊക്കെ ഇരുന്ന് വാർത്ത കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതൊരു പത്രകേസുകാർക്കൊരു സന്തോഷം നൽകുന്ന ഒരു വിധിയാണോ ഇപ്പോ ഉണ്ടായിരിക്കുന്നത് നമ്മുടെ ഈ പാളയംപള്ളി വഴി ഉണ്ടായി? വിധിയല്ലല്ലോ, വിധിയില്ലല്ലോ. വിധി അല്ലെങ്കിൽ തന്നെയും ഞാനത് ചില കമന്റുകൾ കണ്ടപ്പോ പത്രകേസുകാർ വളരെ മോശമായിട്ടുള്ള കമന്റ്സുകളാണ്, അവരുടെ ഒരു നിലവാരമില്ലാത്ത കമന്റ്സുകൾ, തെറിയൊക്കെ പറഞ്ഞ് ഒരുപാട് കമന്റുകളൊക്കെ ഇട്ടിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു എന്തോ അവർ നേടിയ രീതിയിലുള്ള ഒരു ഇത് എനിക്ക് പലപ്പോഴും വന്നിട്ടുണ്ടെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകം ചോദിക്കാൻ കാരണം. ഇത് ഈ കേസ് കൊണ്ട് അവർക്കാണോ ഈ കേസിന്റെ അന്തിമ പ്രയോജനം കിട്ടിയത് എന്നാണ് ഞാൻ ചോദിച്ചതിന്റെ കാര്യം. ഈ പത്രകേസുകാർക്കാണ് ഇപ്പൊ ഈ പാളയം നമ്മുടെ ഈ വസ്തുതർക്കം ബാബാപ്പറമ്പിന്റെ കേസ് പോലും ആദ്യ വിധി, അത് പത്രകേസുകാർക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചതിന്റെ കാര്യം. അവര് ചിലപ്പം പ്രതീക്ഷിക്കുന്നുണ്ടാവും. അതിപ്പോ ഞാൻ പറഞ്ഞ ഇപ്പം നമ്മുടെ ശബരിമല ഇഷ്യൂസിന്റെ 9 അംഗ ബെഞ്ചില് അതിന്റെ കേസ് വന്നായിരുന്നു, വിധി വന്നായിരുന്നു. അപ്പൊ അതിനകത്ത് ഇവര് പോയി ഒരു കേസ് കൊടുത്തായിരുന്നു. ഈ സഭയുടെ കേസിൽ ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് 9 അംഗ ബെഞ്ചില്. അപ്പൊ അവര് കോടതി ചെന്ന സമയത്ത് ഈ യാക്കോബ സഭയുമായിട്ടുള്ള കേസ് അവരെടുത്തില്ല, കോടതി എടുത്തില്ല. 9 അംഗ ബെഞ്ച്, ഭരണഘടനാ ബെഞ്ചാണ്, അവരെടുത്തില്ല. അതിന് പകരം ഈ ശബരിമല ഇഷ്യൂസ് എടുത്തിട്ട് പറഞ്ഞു അത് പ്രത്യേക തരമായിട്ട് സർക്കാർ ഇവിടുന്ന് ഒരു സത്യവാങ്മൂലം കൊടുത്തായിരുന്നു. അത് ആ സത്യവാങ്മൂലത്തിൽ പറഞ്ഞേക്കുന്ന ഇത് പ്രത്യേകതരം ഒരു ആചാരമാണ് ശബരിമലയില്. അതുകൊണ്ട്
ഇത് പ്രത്യേകതരമായിട്ട് പരിഗണിക്കണം ആ രീതിയിൽ. അപ്പം ഇവര് അന്നേരത്തിൽ അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് യാക്കോബ വിഭാഗ വിശ്വാസം, അന്ത്യോക്യ വിശ്വാസം ഒരു പ്രത്യേകതര വിശ്വാസമാണ് എന്നും പറഞ്ഞുകൊണ്ട് പരിഗണിച്ച് ചെയ്ത ആൾക്കാരാണ്. അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് അവർക്ക് എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞാൽ മതി. ഇതൊന്നും സത്യവുമായിട്ട് യാതൊരു, നമ്മൾ സത്യത്തിന് വേണ്ടി അധിക്കുന്നു. നമ്മുടെ സഭ എന്ന് പറയുന്നത് സത്യമാണ്. ഇത് നമ്മുടെ സഭ എന്ന് പറയുന്ന മാർത്തോമാ ശ്ലീഹ സ്ഥാപിച്ച സഭയാണ്. ഈ സഭയ്ക്ക് പാതാളത്തെ ഗൗരവത്തെ ജയിക്കാൻ കഴിയില്ല എന്ന് വളരെ വ്യക്തമായിട്ട് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് സഭ എന്ന് പറയുന്നത്. എന്ത് വന്നാലും സഭ നിൽക്കും, പിടിച്ചു നിൽക്കും. നമ്മൾ എന്ത് വന്നാലും അതിനകത്ത് വിഷയം. ഇപ്പൊ ഈ പള്ളിയിൽ ഇപ്പം നമ്മൾ ഈ ഇത്രയും വീട്ടുകാരുണ്ട്, ഇത്രയും ആൾക്കാരുണ്ട്. ഇപ്പം നമ്മൾ ഈ വിഷയം നമ്മുടെ പള്ളിയിലെ മൊത്തം ആളുകളിൽ ഒരു സർവേ പോലെ നടത്തിയാൽ ഈ നമ്മുടെ പള്ളിയെ അനുകൂലിക്കുന്നവരായിരിക്കും അതോ ബാബ തിരുമേനി അനുകൂലിക്കുന്നവരായിരിക്കും കൂടുതൽ? ഭൂരിപക്ഷം ബാബയെ അനുകൂലിക്കുന്നവരായിരിക്കും. അതാണ് സാധ്യത. കാരണം വെച്ചാൽ ഈ പലർക്കും എനിക്ക് തോന്നുന്നത് നേരത്തെ ഈ ഇങ്ങനെ ഒരു പ്രശ്നമാണെന്ന് അറിയില്ലായിരുന്നു പലർക്കും. അതായത് ഇത് പള്ളിയുടെ പേരിൽ തന്നെ ഉള്ളതാണെന്നാണ് പല ആളുകളും വിചാരിച്ചിരുന്നത്. എന്നാൽ അത് പള്ളിയുടെ പേരിലല്ല കിടന്നിരുന്നത്. ഇത് സുറിയാനി യാക്കോബയ പള്ളിക്ക് വേണ്ടിയിട്ടെന്ന് പ്രത്യേകം മെൻഷൻ ചെയ്താണ്. ഒരു കാരണവശാലും അത് നമ്മുടെ നിലവിൽ നമ്മുടെ പള്ളിക്ക് ആ പ്രമാണം വെച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു ടാക്സ് റെസിപ്റ്റ് വെച്ചിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലാണ് സഭയുടെ പേരിലായത്. അത് പലർക്കും ഇപ്പം അറിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഇനിയുള്ള ആളുകൾ അത് ബാബയെ തന്നെ സപ്പോർട്ട് ചെയ്യും. പക്ഷേ അതിൽ വന്നിട്ടുള്ള ചില ഈ തിടുക്കത്തിൽ അത് പേര് മാറ്റിയതിലുള്ള പ്രക്രിയയിൽ വല്ലം തടസ്സങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അന്യായം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ നടപടിക്രമങ്ങളിൽ വന്നിട്ടുള്ള ഏതെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിച്ച് വീണ്ടും അത് സഭയുടെ പേരിൽ ആക്കാൻ എനിക്ക് തോന്നുന്നു എത്ര സമയം എടുക്കും. ഇതൊരു പേര് മാറ്റിയിട്ടില്ല, ആ പേര് തന്നെ ഇപ്പോഴും ഇനിയിപ്പോ അതൊരു അപ്പീൽ കഴിഞ്ഞൊരു വിധി കഴിഞ്ഞ് അങ്ങനെ ചെയ്യാൻ പറ്റും. അങ്ങനെ വന്നാൽ തന്നെയും അതിനകത്ത് വേറെ പ്രത്യേകിച്ച് പ്രശ്നമല്ല, മാറിയിട്ട് വീണ്ടും ഒന്നേന്നൊരു ഇതിനെല്ലാം പ്രശ്നം വരും. അതിൻ്റെതായ നമുക്ക് സമയമെടുക്കും. അത് മാത്രമല്ല വലിയൊരു ആശയത്തിലേക്ക് ഇത് അല്ല, ഇതിപ്പോ നമുക്ക് ആശയം മാറി എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന നമ്മുടെ RDO വിധി വന്നതോടുകൂടി ഏകദേശം കാര്യങ്ങൾക്കൊരു പിക്ചറായി. മാത്രമല്ല ഈ വിധി വന്ന സമയത്ത് പള്ളിക്കാര് അടിച്ചിറക്കിയത് ആദ്യം നമ്മുടെ ഭരണസമിതി അടിച്ചിറക്കിയത് ഇത് പള്ളിക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ടാണ്. നമ്മൾ പിന്നെ ഇതിനകത്ത് വ്യക്തത കൊടുത്തപ്പോഴാണ് ആളുകൾക്ക് മനസ്സിലായി അങ്ങനല്ല. പക്ഷേ നമ്മുടെ തലസ്ഥാന നഗരിയിൽ നമുക്കൊരു ക്വാർട്ടേഴ്സ് പോലെ പണിയാനും അങ്ങനെ കുറച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാടോടുകൂടി ഒരു പ്രവർത്തനത്തിലേക്ക് ബാബ തിരുമേനി ഉദ്ദേശിച്ചിരുന്നുവെന്ന് കഴിഞ്ഞ ഒരു ഇതിൽ നമുക്ക് മനസ്സിലായി. കല്ലക്കിട്ടതാണല്ലോ. അതൊരു താൽക്കാലിക തടസ്സം അവിടെ വന്നിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങളിൽ തടസ്സം വന്നാൽ നമ്മുടെ ഈ കേസുകളെല്ലാം നമ്മുടെ സഭയെ വികസനത്തെ പുറകോട്ടടിക്കുകയല്ലേ ചെയ്യുന്നത്? ഉറപ്പായിട്ടും അത് അങ്ങനെയാണല്ലോ. സഭയ്ക്ക് ഒത്തിരി ഓർത്തഡോക്സുകാർ തന്നെ നമ്മൾ അങ്ങനത്തെ രീതി ചെയ്യുന്നത് ശരിയാണോ? നമുക്കതൊക്കെ കുറച്ച് വിട്ടുവീഴ്ചയിൽ തന്നെ അത് സഭ ചെയ്താലും നമുക്ക് എല്ലാവർക്കും ഗുണത്തിനാണ് എന്നുള്ള മനസ്സിലാക്കി അതിനെ കുറച്ച് വിട്ടുവീഴ്ച രീതിയിൽ നമ്മുടെ പള്ളിക്കാരും ചെയ്യുന്നതല്ലേ നല്ലത്? അതാണ് അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. കാരണം വെച്ചാൽ ഞാൻ കഴിഞ്ഞ മീറ്റിംഗ് കഴിഞ്ഞ നമ്മുടെ കൂടിക്കാഴ്ചയിൽ നമ്മളത് പറഞ്ഞതാണ്. കാരണം നമുക്ക് വ്യക്തമായിട്ട് ചെയ്യാൻ കഴിയാത്തൊരു സംഭവം പിന്നെ നമ്മളത് കടിച്ചു തൂങ്ങിയിരിക്കാതെ നമ്മൾ അത് ചെയ്യാൻ പറ്റുന്നവർക്ക് വിട്ടുകൊടുക്കുക. ആ ഒരു കൺസെപ്റ്റിലായിരിക്കും നല്ലത്. ഇപ്പൊ ഈ 5 വർഷമായിട്ട് നമുക്ക് ഒന്നും ചെയ്യാനും കഴിഞ്ഞിട്ടില്ല. 2000 ശേഷം നമ്മുടെ പള്ളിയിലാണെങ്കിൽ പോലും ഒരു വികസനവും കാര്യങ്ങളും ആ മേളത്തെ നില പണിത് കഴിഞ്ഞാൽ നമുക്കൊരു 1 ലക്ഷം രൂപ ഒരു കല്യാണത്തിന് നമുക്ക് കിട്ടും. അതെ, അത് ചെയ്തിരുന്നെങ്കിൽ മൊത്തം അത് രണ്ടും കൂടെ ഉണ്ടെങ്കിലേ അതിന്റെ സൗകര്യം 1000 പേർക്ക് ഇരിക്കാൻ പറ്റും. നമ്മുടെ ഈ സെമിത്തേരി, പാറ്റൂര സെമിത്തേരി, ആ പള്ളിയൊക്കെ അത് ആരുടെ പേരിൽ തന്നെ നടക്കുന്നത്? അത് പള്ളിയുടെ പേരിൽ തന്നെ. അതും മറ്റേ വേലിയിലുള്ള വസ്തു, പിന്നെ പാപ്പനങ്ങളുള്ള വസ്തു, ഇതെല്ലാം പള്ളിയുടെയാണ്. സഭയായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷെ പള്ളി ഇരിക്കുന്ന വസ്തു സഭയുടെ, അത് പൊതുസ്ഥലമാണ്, ആ സഭയുടെ. അതായത് പൊതുവെ അത് ഈ പള്ളി തുടങ്ങുന്നതിന് മുമ്പ് മേടിച്ച സ്ഥലമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള അത് നമ്മള് മാർത്തോമാക്കാരോട് കേസ് കടത്തി എടുത്ത സ്ഥലമാണ് പള്ളി ഇരിക്കുന്ന വസ്തു. അതൊക്കെയാണ് ഈ പൊതുസ്ഥലങ്ങളായിട്ട് വരുന്നത്.
പൊതുസ്ഥലങ്ങൾ വരുന്നതിന് ചില അല്ല, അതിനകത്ത് നമുക്ക് ഈ നമുക്കൊരു വിധി വന്നിട്ടുണ്ട്. അതായത് വട്ടശ്ശേരി തിരുമേനി മുടക്കി കഴിഞ്ഞിട്ട് നമ്മുടെ പാത്രീസ് ബാവ നമ്മുടെ ആലുവയിലെ വലിയ തിരുമേനി മലങ്കര മെത്രാപ്പോലത്തെ ആക്കിയായിരുന്നു. അദ്ദേഹം റോയൽ കോടതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തായിരുന്നു. ആ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത് ഈ പാളയം തിരുവനന്തപുരത്ത് സെന്റ് ജോർജ് പള്ളിയും മറ്റേ ബാവാപ്പറമ്പ്, അന്ന് ബാവാപ്പറമ്പ് പള്ളിയുണ്ട്, ഇത് മാത്രമേ ഉള്ളൂ, പള്ളിയും ബാവാപ്പറമ്പും ഇടവകയുടെ ആണെന്നാണ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തത്. ആ സ്റ്റേറ്റ്മെന്റ് വിധി വന്നേക്കുന്നത് അങ്ങനല്ല, അത് മലങ്കര മെത്രാപ്പോലത്തെ പ്രോപ്പർട്ടിയാണ് ഇത് രണ്ടും എന്നും പറഞ്ഞ വിധി വന്നിട്ടുണ്ട്. അപ്പൊ ആ വിധിയും ഇതിന് ബാധകമാണ്. അപ്പം അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതങ്ങനെ അങ്ങനെ അങ്ങ് തള്ളിക്കളയാനൊന്നും പറ്റത്തില്ല. സഭയ്ക്ക് പള്ളിയുടെ വസ്തു സഭയുടെയാണ്, ഈ പള്ളി ഇരിക്കുന്ന വസ്തു ഷെഡ്യൂൾ, അതായത് സഭയുടെ ഷെഡ്യൂളുകളുണ്ട്. അതാ ഞാൻ പറഞ്ഞ പൊതുസ്ഥലങ്ങള്, അത് പള്ളിയുടെ ലിസ്റ്റിലുണ്ട് പൊതുസ്ഥലങ്ങള്. അതേ സമയത്ത് പേരുക്കട പള്ളി അവിടെ ഇരിക്കുന്ന വസ്തു, അല്ലെങ്കിൽ നാലാഞ്ചിറ ഇരിക്കുന്ന പള്ളി അതിന്റെ വസ്തു, അതൊക്കെ പള്ളിയുടെയാ. വേറെ സഭയ്ക്ക് യാതൊരു ഇതുമില്ല. സഭയ്ക്ക് 14 ഭരണഘടന ഭരിക്കപ്പെടണമെന്ന് മാത്രമേ ഉള്ളൂ. ഈ സഭയുടെ പേരിൽ ഇരുന്നാൽ പോലും അത് ഒന്നും സഭാ നേതൃത്വം ഇടപെട്ട് അത് ഒന്നും ചെയ്യാൻ പോകുന്നില്ല. നമ്മുടെ കൈവശം തന്നെ ഇരുന്ന് തൃക്കുന്നത്ത് സെമിനാരി ഇരിക്കുന്ന സ്ഥലം സഭയുടെ, പക്ഷെ പള്ളി ഇടവകയാ. അതിനകത്ത് സഭയ്ക്കൊന്നും വിഷയമല്ല, അവര് ഇടവക ഭരിച്ചു പോട്ടെ. ഇടവകയാകുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ പള്ളിയിലെ പൈസ മുഴുവനും ഇടവകയ്ക്കുള്ള, ഭാവയായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്തെങ്കിലും ഡിസ്പ്യൂട്ടുകളൊക്കെ വരുമ്പോൾ മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത്. ഇല്ലെങ്കിൽ അതൊന്നും ഒരു പ്രോബ്ലമേ അല്ല. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടിയൊക്കെ ആണല്ലോ പ്രവർത്തിക്കുന്നത്. ഒരു പ്രശ്നമല്ല. ബാബയ്ക്ക് ഇപ്പൊ ഈ പള്ളിയോട് യാതൊരു താല്പര്യമില്ല. ആ പള്ളി അവര് ഇടവകയായിട്ട് പൊക്കോട്ടെ എന്നുള്ള ഒരു ധാരണയാണ് ഇപ്പോഴും ഉള്ളത് ബാബയ്ക്ക്. ബാവാപ്പറമ്പിന്റെ കാര്യത്തിൽ മാത്രമേ ബാബയ്ക്ക് കൺസേൺ ഉള്ളൂ. പക്ഷെ അത് ഏത് രീതിയിൽ പോകുമെന്ന് എനിക്കറിയില്ല. ബാബയ്ക്ക് നമ്മുടെ ഈ പള്ളിയോട് ഒരു താല്പര്യമല്ല എനിക്ക് തോന്നുന്നു. ഇത്തരം താല്പര്യം എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, പള്ളി ബാവയുടെ കയ്യിലാക്കണമെന്നോ അങ്ങനെയുള്ള ഒരു കൊടുക്കുന്നത് കൊണ്ട് ഒരു മാനസികമായിട്ട് ആ ഒരു ഇതുണ്ട്, ഒരു അടുപ്പക്കുറവുണ്ട്. അടുപ്പക്കുറവുണ്ട്. കാരണം പല ഫംഗ്ഷനും ഒക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഇതുപോലൊരു പള്ളിയിൽ പാവത്തിന് വേണ്ടി വല്ലപ്പോഴൊക്കെ വരേണ്ടതാണ്. വന്ന് നമ്മുടെ അംഗങ്ങളൊക്കെ കാണുകയും ഒക്കെ ചെയ്യാനുള്ള ആരും വരുന്നില്ല. അതൊരു പ്രത്യേക കാര്യം. പ്രത്യേകിച്ചും അത് നമുക്കൊരു പരാജയമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം അല്ല, 2-3 കല്യാണങ്ങൾക്ക് തിരുമേനിമാരെ വിളിച്ചിട്ട് വന്നില്ല. അവര് പറഞ്ഞു വേറെ ഏതെങ്കിലും പള്ളിയിലാണ് ഞങ്ങൾ വരാം, ഈ പള്ളിയിലാണ് വരത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ബുദ്ധിമുട്ട്, അതൊക്കെ നമുക്ക് ഇടവാക്കാൻ ബുദ്ധിമുട്ടാണ്. നമുക്ക് ആശിക്കാം തുടർന്ന് ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറാനും ഒക്കെ ആയിട്ട് നമുക്ക് ആശിക്കാം. കോമ്രേഡ് മീഡിയയിലേക്ക് ഇത്രയും സമയം വരികയും സംസാരിക്കുകയും നമുക്ക് കൂടുതൽ വിവരങ്ങൾ കേസുമായിട്ട് ബന്ധപ്പെട്ടും മറ്റ് കാര്യങ്ങളൊക്കെ വിശദമായി സംസാരിച്ചു. താങ്കളോടുള്ള നന്ദി, കോമ്രേഡ് മീഡിയ നന്ദി. തുടർന്ന് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.